SS രാജമൗലി 100% സക്സസ് റേറ്റുള്ള സംവിധായകനാണ് SS രാജമൗലി. അദ്ദേഹത്തിൻ്റെ സിനിമകൾക്ക് ഒരു വിജയ ഫോർമുലയുണ്ട്. ആ ഒരു ഫോർമുലയെക്കുറിച്ച്, ആ ഒരു പാറ്റേണിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. SS രാജമൗലി എന്ന സംവിധായകൻ്റെ ഞാൻ ആദ്യമായി കണ്ട സിനിമ ഛത്രപതിയാണ്. പ്രഭാസ് നായകനായ ഛത്രപതി. നിങ്ങൾ കണ്ട ആദ്യ സിനിമ മറ്റു വേറെ ഏതെങ്കിലും സിനിമ ആയിരിക്കാം, മഹധീര ആയിരിക്കാം, ഈഗ ആയിരിക്കാം. പക്ഷേ ഇന്ത്യ മുഴുവൻ അദ്ദേഹത്തെ ഇപ്പോൾ അറിയാം. അതിന് കാരണം ബാഹുബലി എന്ന സിനിമയാണ്. പാൻ ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു ഫിനോമിനൻ, ഒരു റീജിയണൽ ഭാഷയിൽ ഉണ്ടാക്കിയൊരു സിനിമ പാൻ ഇന്ത്യയിൽ റീച്ചായി സക്സസ് ആവുക എന്ന് പറയുന്നത്, ഇന്ത്യയിൽ തുടക്കം കുറിക്കുന്നത് ബാഹുബലിയോടുകൂടിയാണ്. SS രാജമൗലി ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ ജൂനിയർ NTR നായകനായിട്ടുള്ള സ്റ്റുഡൻറ് നമ്പർ 1 എന്ന സിനിമയാണ്. അതിനുശേഷം സിംഹാദ്രി, അതിനുശേഷം സെയ്, അത് കഴിഞ്ഞ് ഛത്രപതി, വിക്രമർക്കുടു, യമഡൊങ്ക, മഹധീര, മര്യാദ രമണ, ഈഗ, ബാഹുബലി പാർട്ട് 1, ബാഹുബലി പാർട്ട് 2, ദെൻ RRR. ഈ സിനിമകളുടെ എല്ലാം പ്രത്യേകത ഇതെല്ലാം വിജയ ചിത്രങ്ങളാണ് എന്നതാണ്. സോ എങ്ങനെയാണ് SS രാജമൗലി സിനിമകൾ വിജയിക്കുന്നത്? SS രാജമൗലി സിനിമകൾക്ക് ഒരു വിജയ ഫോർമുലയുണ്ട്, ഒരു പാറ്റേൺ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ കഥകളിൽ, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ, അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സിൽ ഈ ഒരു പാറ്റേൺ ഉണ്ട്. പക്ഷേ ഇത് പല കാലഘട്ടങ്ങളിലൂടെയും പല രീതിയിലൂടെയുമാണ് ഓരോ കഥയും ഓരോ സിനിമയും അദ്ദേഹം കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ ഒരു പാറ്റേൺ ആരും ശ്രദ്ധിക്കണമെന്നില്ല. സോ ആ ഒരു പാറ്റേണിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത്. 6 സിനിമകളെ വെച്ചിട്ടാണ് ഈ ഒരു പാറ്റേൺ ഞാൻ ക്രാക്ക് ചെയ്യുന്നത്. വിക്രമർക്കുടു, യമഡൊങ്ക, മഹധീര, ഈഗ, ബാഹുബലി, RRR, അവസാനം ഇറങ്ങിയ ഇത്രയും സിനിമകൾ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പാറ്റേണിനെ കുറിച്ച് പറയുന്നത്. സോ നമുക്ക് ആദ്യത്തെ സിനിമ വിക്രമർക്കുടു എന്ന് പറയുന്ന സിനിമ നോക്കാം. ഇത് രവിതേജ എന്ന ആക്ടറിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച സിനിമ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിക്രമർക്കുടു തന്നെയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അദ്ദേഹം ഇതിൽ ഡബിൾ റോളാണ്. ഒന്ന് വിക്രം റാത്തോഡ് എന്ന് പറയുന്ന ഒരു പോലീസ് ഓഫീസറായിട്ടും പിന്നെ സത്യബാബു എന്ന് പറയുന്ന ഒരു കള്ളനായിട്ടും. ഈ സിനിമയുടെ തിരക്കഥ നോക്കുകയാണെങ്കിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ സത്യബാബു എന്ന് പറയുന്ന കള്ളനിൽ നിന്നാണ്. അയാൾക്കൊരു കുട്ടിയെ കിട്ടുന്നു. ആ കുട്ടിയെ അയാൾ അച്ഛ എന്ന് വിളിക്കുന്നു. ഇയാൾ ഈ കുട്ടിയെ കളയാനായിട്ട് പല ശ്രമങ്ങളും നടത്തുന്നു. പക്ഷേ അതൊന്നും വിജയിക്കുന്നില്ല. അവസാനം ഇയാൾ ഈ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യുന്നു. പിന്നെയാണ് മനസ്സിലാവുന്നത് ഇതേ മുഖച്ചായുള്ള വിക്രം റാത്തോഡ് എന്ന പോലീസുകാരൻ്റെ മകളാണ് ആ കുട്ടി എന്നുള്ളത്. പിന്നെ ആ പോലീസുകാരൻ്റെ ബാക്ക് സ്റ്റോറി വരുന്നു. ഇങ്ങനെയാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഇതിലെ കഥ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത് വിക്രം റാത്തോഡിൻ്റെ കഥയാണ്. നമ്മൾ ഈ ഒരു ടൈം ലൈൻ കറക്റ്റ് നോക്കുകയാണെങ്കിൽ കഥ തുടങ്ങുന്നത് വിക്രം റാത്തോഡിൽ നിന്നാണ്. ഒരുപാട് ക്രിമിനൽസ് ഉള്ളൊരു നാട്ടിലേക്ക് വിക്രം റാത്തോഡ് ട്രാൻസ്ഫർ ആയിട്ട് എത്തുന്നു. അയാൾ വില്ലന്മാരായിട്ടൊക്കെ ഇങ്ങനെ കുറേയൊക്കെ ഇടിച്ച് നിൽക്കുന്നു. പക്ഷേ അവസാനം അയാൾ മരണപ്പെടുന്നു. സോ അതിനുശേഷം ഈ കള്ളൻ ഈ ഒരു വിക്രം റാത്തോഡാണ് എന്ന് പറഞ്ഞ് അതേ നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഈ വില്ലന്മാരോട് പകരം വീട്ടുന്നു. ഇതാണ് വിക്രമർക്കുടു എന്ന് പറയുന്ന സിനിമയുടെ കഥ. ഇനി അടുത്ത സിനിമ യമഡൊങ്ക. യമഡൊങ്ക ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കഥയാണ്. ഇതിൽ യമലോകത്തെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ ഇതിലെ നായകൻ രാജ എന്ന് പറയുന്നൊരു കള്ളനാണ്, എഗെയിൻ കള്ളനാണ്. ഇതിൽ പ്രിയാമണി അവതരിപ്പിച്ച മഹി എന്ന ക്യാരക്ടറാണ് ഇതിലെ കഥയിലെ പ്രധാന കഥാപാത്രം. അതൊരു റിച്ച് ഫാമിലിയിൽ ജനിച്ചൊരു കുട്ടിയാണെങ്കിലും ആ കുട്ടിയുടെ സ്വത്തുക്കളൊക്കെ അയാളുടെ ബന്ധുക്കളാണ് അവിടെ അനുഭവിച്ചു വരുന്നത്. ഇവളൊരു വേലക്കാരി പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. സോ ആ ഒരു സെറ്റപ്പിലേക്കാണ് ഈ രാജ വരുന്നത്. രാജ ഇവരുമായിട്ട് ഉടക്കുന്നു. പക്ഷേ ഇവർ ഒരു ഗുണ്ടയെ വെച്ചിട്ട് ഈ രാജയെ കൊല്ലുന്നു. രാജ മരിച്ച് യമലോകത്തെത്തുന്നു. രാജ ശരിക്കും ഇപ്പം മരിക്കേണ്ട ആളല്ല. പക്ഷേ യമനെ പണ്ട് കള്ളു പിടിച്ചിട്ട് ഇവൻ വെല്ലുവിളിച്ചുകൊണ്ട് അയാൾ പകരം വീട്ടിട്ടാണ് അവൻ അവിടെ എത്തിയത്. സോ ഇവൻ ഇനി തിരിച്ച് ഭൂമിയിലേക്ക് പോകണമെങ്കിൽ യമലോകത്തിൻ്റെ തലവനാവണം. സോ അതിനുവേണ്ടി യമലോകത്ത് ഒരു ഇലക്ഷൻ നടത്തണം എന്ന് പറയുന്നു. അവിടെ NTRൻ്റെ ഗംഭീര ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ ഉണ്ട്. കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടിയെ പോയി കുളിപ്പിക്കുന്നു. 2 രൂപയ്ക്ക് അരി തരാമെന്ന് പറയുന്നു. അങ്ങനെയൊക്കെ അവിടെ ഒരു ഇലക്ഷൻ ക്യാമ്പയിനൊക്കെ നടത്തി ലാസ്റ്റ് ഡാൻസൊക്കെ കളിച്ച് പുള്ളി അവിടെ യമനായി മാറുന്നു. യമലോകത്ത് അയാൾ തിരഞ്ഞെടുക്കപ്പെടുന്നു. അങ്ങനെ അയാൾ വീണ്ടും തിരിച്ച് പുനർജന്മം എടുത്ത് തിരിച്ചു വന്നിട്ട് ഇതേ വില്ലന്മാരെയൊക്കെ ഇയാൾ ഒതുക്കുന്നു. ഇതാണ് ഇതിലൊരു കഥ. സോ ആദ്യം രാജ എന്ന് പറയുന്ന ക്യാരക്ടർ വില്ലന്മാരായിട്ട് ഉടക്കുന്നു. അയാൾ കൊല്ലപ്പെടുന്നു. അയാൾ പിന്നെ യമലോകത്ത് ചെന്ന് പുനർജന്മം എടുത്ത് തിരിച്ചു വന്ന് വീണ്ടും അതേ വില്ലന്മാരെ തന്നെ തോൽപ്പിക്കുന്നു. അടുത്ത സിനിമ മഹധീര. മഹധീരയിൽ 400 വർഷത്തെ ഗ്യാപ്പിലുള്ള 2 കഥകളാണ്. ആദ്യത്തെ കഥയിൽ കാലഭൈരവ എന്ന് പറയുന്ന ക്യാരക്ടറാണ് നായകൻ. മിത്രവിന്ദ ദേവി എന്ന് പറയുന്ന രാജകുമാരി, ആ പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, മിത്രവിന്ദ. ആ ഒരു രാജകുമാരിയുടെ പടയാളികളിൽ ഒരാളാണ് ഈ ഭൈരവ. അവിടുത്തെ അല്ലെങ്കിൽ സൈന്യാധിപൻ എന്ന് പറയുന്ന ക്യാരക്ടറാണ് രണദേവ് ബല്ല എന്ന് പറയുന്ന വില്ലൻ. സോ ഇവർ 3 പേരാണ് ഇതിലെ മെയിൻ ക്യാരക്ടേഴ്സ്. ഇപ്പോൾ രണദേവ് ബില്ലയ്ക്ക് മിത്രയെ കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അവൾക്ക് ഇഷ്ടം ഭൈരവയാണ്. ഈ ഒരു കോൺഫ്ലിക്റ്റിൽ അവസാനം എനിക്ക് കിട്ടാത്ത നിനക്കും വേണ്ട എന്ന് പറഞ്ഞിട്ട് രണദേവ് ബില്ല മിത്രവിന്ദയെ കൊല്ലുന്നു. സോ മിത്രയും ഭൈരവയും ഒന്നിക്കാതെ അവരുടെ ആ ഒരു ജന്മം 2 പേരും മരിച്ചു പോകുന്നു.
400 കൊല്ലം കഴിഞ്ഞ് ഇവർ പുനർജനിക്കുന്നു. ഇപ്പോൾ നായകൻ്റെ പേര് ഹർഷ, നായികയുടെ പേര് ഇന്ദു, രണദേവ് പിള്ളയുടെ പേര് രഘുവീർ എന്നാണ്. ഇങ്ങനെ ഇവർ വീണ്ടും ഹർഷയും ഇന്ദുവും വീണ്ടും കാണുന്നു. ഹർഷയ്ക്ക് ഒരു പോയിന്റിൽ വെച്ച് ഇവളെ തൊടുന്ന സമയത്ത്, കയ്യിൽ തൊടുന്ന സമയത്ത് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നു. ഷിന്ദുവിന് അത് ഓർമ്മ വരുന്നില്ല. പക്ഷേ പിന്നീട് ഈ കൺഫ്യൂഷനൊക്കെ മാറി അവസാനം ഈ വില്ലനെ കൊന്ന് ഇവർ രണ്ടുപേരും ഒന്നാവുന്നു. സോ ആദ്യം ഒരു കാലഘട്ടം നായകൻ, വില്ലൻ, നായിക, അവിടെ വെച്ച് നായകനും വില്ലനും തമ്മിൽ കോൺഫ്ലിക്റ്റ് ആവുന്നു. നായകനും ഒന്നിക്കുന്നില്ല, പുനർജനിക്കുന്നു, വില്ലനെ കൊല്ലുന്നു, നായകനും നായിക ഒന്നിക്കുന്നു. അടുത്ത കഥ വരുന്നത് ഈഗയിൽ ഈ 3 ക്യാരക്ടേഴ്സാണ് മെയിൻ ആയിട്ടുള്ളത്: സുദീപ്, നാനി, സമന്ത. ഇതിൽ നാനിക്കും സുദീപിനും സ്വന്തം പേര് തന്നെയാണ് സിനിമയ്ക്കകത്തും. സമന്തയുടെ പേര് ബിന്ദു. ഈ ഒരു സിനിമയിലും തുടക്കത്തിൽ നാനിയും സമന്തയും തമ്മിൽ കാണുന്നു, ഇഷ്ടപ്പെടുന്നു, പ്രേമിക്കുന്നു. പക്ഷേ വില്ലൻ നാനിയെ കൊല്ലുന്നു. അത് കഴിഞ്ഞ് നാനി ഈച്ചയായിട്ട് പുനർജനിക്കുന്നു. ഈച്ച ഈ ഒരു സുദീപിനോട് പകരം വീട്ടുന്നു. ഇതാണ് കഥ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി ലൈനാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഈച്ച ഫ്രെയിമിലേക്ക് കയറി വന്നുണ്ടോ. അപ്പോൾ ഒരു ഈച്ച പകരം വീട്ടുന്നു എന്നുള്ളതാണ് ഇതിലെ മെയിൻ ഹൈലൈറ്റ് വരുന്നത് ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത്. സോ നമ്മൾ പല രീതിയിൽ ഇമാജിൻ ചെയ്ത് നോക്കി എങ്ങനെയൊക്കെ ഈ ഒരു സിനിമ വരാം, ഈച്ചയ്ക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അതിൻ്റെയൊക്കെ അപ്പുറത്ത് ആ സിനിമയിലുണ്ടായിരുന്നു. സോ അതൊരു വലിയ ഹിറ്റായിട്ട് മാറി. സോ അടുത്ത സിനിമയാണ് ബാഹുബലി തുടങ്ങുന്നത് ഒരു കാട്ടിലുള്ള ഒരു ശിവുഡു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെയാണ്. പക്ഷെ അയാൾ ശരിക്കും ഒരു രാജകുടുംബത്തിൽ ജനിച്ച ആളാണ്. അതവൻ പിന്നീടാണ് തിരിച്ചറിയുന്നത്. ആ രാജകുടുംബത്തിലേക്ക് എത്തി അവിടെ ചെന്ന് അമ്മയെ രക്ഷിച്ചു കൊണ്ടുവരുമ്പോഴാണ് ഇവൻ മനസ്സിലാക്കുന്നത് ഇവൻ ആരാണെന്നുള്ളത്. പിന്നെ അമരേന്ദ്ര ബാഹുബലിയുടെ ഫ്ലാഷ് ബാക്ക് പറയുന്നു. അങ്ങനെയാണ് ബാഹുബലി 1 അവസാനിക്കുന്നത്. ബാഹുബലി 2-ൽ അമരേന്ദ്ര ബാഹുബലി എങ്ങനെ കൊല്ലപ്പെട്ടു എന്ന കഥയാണ് കാണിക്കുന്നത്. ഒടുവിൽ മകനായ മഹേന്ദ്ര ബാഹുബലി അമരേന്ദ്ര ബാഹുബലിയെ കൊല്ലാനായിട്ട് ഗൂഢാലോചന നടത്തിയ പൽവാൽ ദേവനുമായിട്ട് പോരാടുന്നു. അയാളെ കൊന്ന് പകരം വീട്ടുന്നു. ഇത്രയും പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു പാറ്റേൺ മനസ്സിലായിട്ടുണ്ടാവും. ഈ കഥകളിലെല്ലാം ഉള്ളത് ആദ്യം തന്നെ ഒരു നായകൻ, പിന്നെ ഒരു വില്ലൻ, ഇവർ തമ്മിലൊരു കോൺഫ്ലിക്റ്റ് വരുന്നു. നായകൻ ആദ്യമൊക്കെ ചെറിയ രീതിയിൽ വിജയിക്കുന്നുണ്ടെങ്കിലും അൾട്ടിമേറ്റ്ലി വില്ലനോട് പരാജയപ്പെടുന്നു. ചിലപ്പോൾ വില്ലന്റെ കൈകൊണ്ട് തന്നെ കൊല്ലപ്പെടുന്നു, ഇല്ലെങ്കിൽ വില്ലൻ ഏൽപ്പിച്ച മറ്റാരെങ്കിലും വഴി കൊല്ലപ്പെടുന്നു. നായകൻ പരാജയപ്പെടുന്നിടത്ത് രണ്ടാമത്തെ നായകൻ വരുന്നു. ഒന്നുകിൽ അത് പുനർജന്മമാകാം, അല്ലെങ്കിൽ മകനാവാം, ഇല്ലെങ്കിൽ മനുഷ്യന് പകരം ഈച്ചയാവാം. സോ രണ്ടാമത് നായകൻ്റെ ഒരു സെക്കൻഡ് എൻട്രി വരുന്നു. വില്ലനുമായി വീണ്ടും അയാൾ എതിരിടുന്നു. ഒടുവിൽ നായകൻ വിജയിക്കുന്നു. ഇതാണ് ഈ കഥകളുടെ എല്ലാം പാറ്റേൺ. ഇതിനുശേഷം അദ്ദേഹത്തിൻ്റെതായി പുറത്തു വന്ന സിനിമയാണ് RRR. ആ സിനിമയിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പാറ്റേൺ കാണാം. ഇതിൽ രാംചരൺ അവതരിപ്പിച്ച ക്യാരക്ടറാണ് അല്ലൂരി സീതാരാമരാജു. അല്ലൂരി സീതാരാമരാജുവിൻ്റെ ഈ ഒരു സിനിമയിലെ മോട്ടീവ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് വേണ്ട ആയുധങ്ങൾ സംഭരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ പേരുണ്ട്, അവരൊക്കെ ട്രെയിൻഡാണ്, അവർ പോരാട്ടത്തിന് തയ്യാറാണ്, പക്ഷെ അവരുടെ കയ്യിൽ ആയുധങ്ങളില്ല. സോ അവർക്ക് വേണ്ട ആയുധങ്ങൾ സംഭരിക്കുക എന്നുള്ളതാണ് അല്ലൂരി സീതാരാമരാജുവിൻ്റെ പർപ്പസ്. അതിനുവേണ്ടിയാണ് അയാൾ ആദ്യം ബ്രിട്ടീഷുകാരെ കൂടെ നിൽക്കുന്നത്. ഈ ഒരു പർപ്പസ് ആദ്യം അജയ് ദേവ്ഗണിൻ്റെ ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ പർപ്പസ് ആയിരുന്നു, ആ ഒരു ക്യാരക്ടറിൻ്റെ ആവശ്യമായിരുന്നു ആയുധങ്ങൾ സംഭരിക്കുക എന്നുള്ളത്. സോ അവിടെ അദ്ദേഹം പരാജയപ്പെടുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ. ആദ്യം നായകൻ പരാജയപ്പെടുന്നു, പിന്നീട് അദ്ദേഹം അത് മകനിലൂടെ നേടിയെടുക്കുന്നു. സോ ആ ഒരു പാറ്റേൺ ഇവിടെയും വന്നിട്ടുണ്ട് RRRലും. ഇനി ഭീമിൻ്റെ ക്യാരക്ടർ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഭീമിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഇവരെ കുലത്തിൽ നിന്നും ഈ ബ്രിട്ടീഷുകാരി കൊണ്ടുപോയ ആ കുട്ടിയെ തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഭീം ഒരു വലിയൊരു അറ്റാക്ക് പ്ലാൻ ചെയ്യുന്നു, അറ്റാക്ക് നടത്തുന്നു. പക്ഷേ അവിടെ വെച്ചിട്ട് ഈ ഒരു അല്ലൂരി സീതാരാമരാജു കാരണം തന്നെ ആ ഒരു അറ്റംപ്റ്റിൽ അയാൾ ഫെയിലാവുന്നു. സോ നേരത്തെ പറഞ്ഞ അതേ പാറ്റേൺ, നായകൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ഫെയിലാവുന്നു, വില്ലൻ്റെ മുന്നിൽ അയാൾ തോക്കുന്നു. അടുത്ത അറ്റംപ്റ്റ് ഇവർ രണ്ടുപേരും ഒരുമിച്ചാണ്. സോ അവിടെ അയാൾ വിജയിക്കുന്നു. അവിടെ പുനർജന്മമൊന്നുമില്ല, പക്ഷെ ഒരു ഗ്രേറ്റർ ഫോഴ്സ് അയാൾക്ക് സപ്പോർട്ട് കിട്ടുന്നു. അങ്ങനെ അയാളുടെ ഒരു ഉദ്യമത്തിൽ അയാൾ വിജയിക്കുന്നു. സോ ഇതാണ് ഞാൻ പറഞ്ഞ SS രാജമൗലി സിനിമകളുടെ വിജയ ഫോർമുല. ഇതാണ് അതിൽ കാണുന്ന ഒരു പാറ്റേൺ. പറയുമ്പോൾ ഇത് വളരെ എളുപ്പമുള്ളൊരു പാറ്റേൺ ആണ്, വളരെ എളുപ്പമുള്ളൊരു ഫോർമുലയാണ്. ഈ ഒരു ഫോർമുല വെച്ച് ആർക്കും സിനിമ ചെയ്യാം. പക്ഷേ രാജമൗലി വിജയിക്കുന്നത് ഓരോ തവണയും ഇതിൻ്റെ സെറ്റിംഗ് മാറുന്നുണ്ട്. ഇതിന് ഈ ഒരു കഥ പറയാൻ ഉപയോഗിക്കുന്ന സീനുകളെല്ലാം ഓരോ തവണയും ഒറിജിനലാണ്. നമ്മൾ കഴിഞ്ഞ തവണ കണ്ട സീനല്ല പിന്നെ വരുന്നത്, പുതിയ പുതിയ സീനുകളാണ്, പുതിയ ഇമോഷൻസാണ്, പുതിയ മൊമെൻറ്റുകളാണ്. ഇതിൻ്റെ ഗ്രാൻഡർ കൂടിക്കൂടി വരുന്നുണ്ട്, സ്കെയില് കൂടിക്കൂടി വരുന്നുണ്ട്. സോ അങ്ങനെ സിനിമ എന്ന് പറയുന്ന ആ ഒരു ക്രാഫ്റ്റിൽ അതിൻ്റെ എല്ലാ പോസിബിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് കൊമേഴ്ഷ്യൽ സിനിമയെ, തിയേറ്ററിൽ സിനിമ കാണാൻ വരുന്നവർ എല്ലാ രീതിയിലും എൻ്റർടൈൻ ചെയ്തുകൊണ്ടാണ് ഇദ്ദേഹം ഓരോ സിനിമയിലും ഓരോ മൊമെൻറ്റും, ഓരോ സീനും, ഓരോ മൊമെൻറ്റും, ഓരോ ഷോട്ടും അദ്ദേഹം കമ്പോസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കുറവ് സിനിമകളിലൂടെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും ഡിമാൻഡുള്ള സംവിധായകനായി മാറിയത്. സോ ഇതാണ് SS രാജമൗലി സിനിമകളിലെ വിജയ ഫോർമുല. അപ്പോൾ നിങ്ങൾ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോർമുല വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കും. മേ ബി
പടം ക്ലിക്കാവാം. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സോ അടുത്ത എപ്പിസോഡിൽ മറ്റൊരു കാര്യം പറയാൻ വേണ്ടി വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.